സ്കോഡ ഇന്ത്യയിൽ വന്നിട്ട് 25 വർഷമായി. ഈ 25 വർഷത്തിനിടയ്ക്ക് പല വണ്ടികൾ വന്നിട്ടുണ്ടെങ്കിലും സ്കോഡ ഇന്നത്തെ രീതിയിൽ നമ്മൾ കാണാൻ കാരണമായിട്ടുള്ള ഫസ്റ്റ് വണ്ടി ഇതാണ്. ഇന്ത്യ 2.0 പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ള ഈ വണ്ടിയാണ് കുഷാക്ക്. ഈ കുഷാക്കിനെ കൊണ്ടാണ് ഇപ്പം സ്കോഡ ഈ ഒരു സ്റ്റേബിളിൽ നിൽക്കുന്നത്. ആ കുഷാക്കിന് ഒരു ഫേസ് ലിഫ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. ആ മാറ്റങ്ങളും എങ്ങനെയുണ്ടെന്നുള്ളതാണ് നമ്മളൊന്ന് നോക്കുന്നത്. ഓൾ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈവീൽ. സ്കോഡ ഇന്ത്യയിൽ ആദ്യം കൊണ്ടുവന്നത് ഒക്ടാവിയ ആയിരുന്നു. ഒക്ടാവിയ അന്ന് സെൻസേഷൻ തന്നെയായിരുന്നു. ശരിക്കും ഒരു സ്വീറ്റ് സ്പോട്ടിലായിരുന്നു അന്ന് ഒക്ടാവിയ കൊണ്ടുവന്നത്. പിന്നെ അതിൻ്റെ ശേഷം സൂപ്പർബ് കൊണ്ടുവന്നു, ഫാബി കൊണ്ടുവന്നു. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വണ്ടിയായിരുന്നു എത്തി. ഇന്നും ഉള്ള ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന വണ്ടിയാണ്. അതെല്ലാം കൊണ്ടുവന്ന് അന്ന് സ്കോഡ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തെങ്കിലും പിന്നീടുണ്ടായിരുന്ന പല കാരണം കൊണ്ടും സ്കോഡ ഒന്ന് ഡൗൺ പോയി. അപ്പോൾ ആ റിവൈവപ്പിന് വേണ്ടി സ്കോഡയും ഫോക്സ് വാഗനും കൂടെ തീരുമാനിച്ച് ഇന്ത്യയിൽ തന്നെ ഒരു സ്ട്രക്ചർ മാറ്റി സ്കോഡ ഫോക്സ് വാഗൻ ഓട്ടോ ഇന്ത്യ ലിമിറ്റഡ് ആക്കി എന്നൊരു പുതിയ ഇന്ത്യ സെൻട്രിക് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തു. അതാണ് 2.0 പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോമിൽ ഫസ്റ്റ് വന്നിരുന്ന വണ്ടിയായിരുന്നു കുഷാക്ക്. അതിൻ്റെ ശേഷം പല വണ്ടികൾ വന്നെങ്കിലും കുഷാക്കിനെ കൊണ്ടാണ് വൺ ഓഫ് ദ റീസൺ ഇന്നിപ്പം സ്കോഡ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഈ കുഷാക്കിന് ഫേസ് ലിഫ്റ്റ് കൊണ്ടുവരുമ്പം അവർ വളരെ ശ്രദ്ധിക്കുന്നവർ, കാരണം അവർക്കൊരു പ്രോമിനൻറ്റ് മോഡലാണ്. ആ തരത്തിലുള്ള ചേഞ്ചസ് കൊണ്ടുവന്നത്. ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, ചെറിയ ഡിസൈൻ ചേഞ്ചസ് ഉണ്ട്, അതുപോലെ തന്നെ പവർ ട്രെയിനിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പുറമെ കുറേ കളേഴ്സും എല്ലാം കൂടി ആഡ് ചെയ്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ബേസിൽ ക്ലാസിക് പ്ലസ് എന്നൊരു വേരിയൻറ്റ് കുറേ ഫീച്ചേഴ്സോട് കൂടി. ഇതെല്ലാം കൂടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് സ്കോഡ വളരെ ശ്രദ്ധിച്ചിട്ടാണ് കരുക്കൾ നീക്കുന്നത്. ഈ മാറ്റങ്ങളിലൂടെ വന്നിരിക്കുന്ന ചേഞ്ചസ് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഡിസൈനിൽ ഫ്രണ്ടിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് ഈ കണക്ട് ചെയ്യുന്ന DRL എലമെൻറ്റ് കൊണ്ടുവന്നിട്ട് അത് ശരിക്കും പറഞ്ഞാൽ സ്കോഡയുടെ ഒരു ഗ്ലോബൽ ഐഡൻറ്റിറ്റി ആയപ്പോൾ നമുക്ക് കാണാം. ഞാൻ ഈ അടുത്ത് പുറത്തെല്ലാം പോയപ്പം പല മോഡലിലും നമുക്ക് കാണും സ്കോഡ ആണെന്നുള്ള മനസ്സിലാകുന്ന ഒരു കാര്യം ഈ കട്ട് ചെയ്ത് കാണുന്ന DRL. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും, പക്ഷേ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് പിന്നീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. എനിക്കത് ഇപ്പം കാണുമ്പം അട്രാക്റ്റീവായി തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റും ബമ്പറിലും എല്ലാം തന്നെ ഒരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്നും ആ ഒരു മാച്ച് ഓഫ് ഫീല് സ്കോഡ നിലനിർത്തിയിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിന് വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയില്ല, പക്ഷേ നമുക്ക് വീലിൽ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓടിക്കുന്ന ഈ വേരിയൻറ്റിൽ വന്നിരിക്കുന്ന ഈ ഒരു വീലാണെങ്കിൽ മോണ്ടെ കാർലോയിൽ വേറെ വീലാണ്, അതുപോലെ തന്നെ മറ്റുള്ള പല വീൽസ് ഉണ്ട്. അതുപോലെ തന്നെ കുറേ കളേഴ്സും വന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ കളർ പാലറ്റ്സ് കാണിക്കാം. ഇത് ഒരു പുതിയ വന്നിരിക്കുന്ന ഗ്രീനാണ്, ഷിംല ഗ്രീൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു റെഡും പിന്നെ അതുപോലെ തന്നെ ഒരു ഗ്രേയും, അതായത് നാഡോർ ഗ്രേ പോലത്തെ ഒരു ഗ്രേയുമാണ് പുതുതായിട്ട് വന്ന കളർ. അപ്പം ഈ കളേഴ്സ് നമുക്ക് മാച്ച് ആവുന്ന രീതിയിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലെല്ലാം സെലക്ട് ചെയ്യാൻ പറ്റും. ചില വേരിയൻസ് ചില കളേഴ്സിൽ ചിലതിനുണ്ടാവും. എന്തായാലും സൈഡിൽ വേറെ മാറ്റങ്ങളൊന്നും വരുത്തില്ല. ഈ ഒരു ഡിസൈൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കൂടുതൽ ആൾക്കാരും ആക്സെപ്റ്റ് ചെയ്തതാണ്. അതുകൊണ്ട് മാറ്റത്തിൻ്റെ ആവശ്യമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. റിയറിൽ മറ്റൊരു മാറ്റമുള്ളത് ഈ കണക്ട് ചെയ്തിരിക്കുന്ന ടെയിൽ ലൈറ്റിൽ സ്കോഡ ഇല്ലുമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. അതും കുറച്ച് ഡോട്ടുകളും കാണാം. ഇതും ഒരു നല്ലൊരു ഡിസൈൻ ഐഡൻറ്റിറ്റിയാണ്. പെട്ടെന്ന് നമുക്ക് ബാക്കിൽ നിന്നെല്ലാം കാണുമ്പം എസ്പെഷ്യലി രാത്രി കാണുമ്പോൾ തന്നെ അട്രാക്റ്റീവായി തോന്നിയിട്ടുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഈ മാറ്റങ്ങളെന്നുള്ള കമൻറ്റിൽ പറയാം. ഡിസൈനിൽ ഇൻറ്റീരിയറിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന അതേ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും എല്ലാം തന്നെ നല്ലതായിട്ട് നിൽക്കുന്നത്. പുതിയ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. 25 സെൻറ്റിമീറ്ററിന്, അതായത് 10 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ 10 ഇഞ്ചിൻ്റെ വെർച്വൽ കോക്പിറ്റും ഉണ്ട്. ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോയും അതുപോലെ തന്നെ ആപ്പിൾ കാർപ്ലേയിലും കണക്ട് ചെയ്യാൻ പറ്റും, ഈസിലി യൂസ് ചെയ്യാൻ പറ്റുന്നെല്ലാം ഉണ്ട്. പക്ഷേ ഒരു ഡ്രോബാക്ക് ഞാൻ കണ്ടത് എന്താ വെച്ചാൽ ഇതിൽ നമ്മൾ ആൻഡ്രോയിഡ് ഓട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ആപ്പിൾ കാർപ്ലേ യൂസ് ചെയ്യുന്ന സമയത്ത് മ്യൂസിക്കിൻ്റെ സൗണ്ടെല്ലാം മാറ്റണമെങ്കിൽ നമ്മൾ വീണ്ടും ആപ്പിൽ വന്നിട്ട് നമ്മൾ കാറിൻ്റെ ആപ്പ് സെലക്ട് ചെയ്ത് ഹോം സ്ക്രീനിലെത്തിയാൽ നമുക്ക് ഇവിടെ ടച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലാതെ വേറെ കൺട്രോൾ. പിന്നെ ഉള്ള ആകെ കൺട്രോൾ സ്റ്റിയറിംഗ് വീലിൻ്റെ വേറെ. അപ്പോൾ പാസഞ്ചറിൻ്റെ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത്രയും എഫേർട്ട് ഇടണം. അപ്പോൾ ഈ ടച്ചിൽ മാത്രം കൺട്രോൾ ആവുന്നതിൻ്റെ ഒരു ഡ്രോബാക്ക് അതാണ്. പിന്നെ ഈ സൗണ്ട് സിസ്റ്റം ഉള്ളത് ഓക്കെ സൗണ്ട് സിസ്റ്റം എന്നേ പറയുള്ളൂ. അങ്ങനെ ഗ്രേറ്റ് സൗണ്ട് സിസ്റ്റം ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഇന്നിപ്പം നമ്മൾ പല വണ്ടികളും കിട്ടുന്ന ഹയർ എൻഡ് സൗണ്ട് സിസ്റ്റത്തിനെ കമ്പയർ ചെയ്യുമ്പം ഇറ്റ്സ് ഓൺലി ഓക്കെ. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന മ്യൂസിക്കെല്ലാം കേൾക്കുമ്പോൾ തന്നെ ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പുതിയതായിട്ട് വന്നിരിക്കുന്ന നമ്മൾ ഫ്രണ്ടിൽ 2 വെൻറ്റിലേറ്റഡ് സീറ്റാണ് വന്നിരിക്കുന്നത്. 6 വേ അഡ്ജസ്റ്റബിൾ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റാണ്. ബാക്കിലത്തെ സീറ്റിൽ നമുക്ക് മസാജ് ലഭിക്കുന്നുണ്ട്. അതും പുതിയൊരു അഡീഷനാണ്. എഫക്റ്റീവായിട്ടുള്ള മസാജുമാണ്. പ്രത്യേകിച്ച് നമ്മൾ വണ്ടിയിൽ നിന്ന് പുറത്തുനിന്ന് കാണുമ്പോൾ അത് മസാജ് വർക്ക് ചെയ്യുന്ന രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്.
പിന്നെ പൊതുവേ ഉള്ള എർഗണോമിക്സ് എല്ലാം തന്നെ നല്ലതാണ്, എല്ലാം റീച്ചബിൾ ആണ്. ഈ വെറും ടച്ച് ഫംഗ്ഷൻ ആയിട്ടുള്ള പ്രശ്നമുള്ളൂ. ഈവൻ നമുക്ക് ഫാൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതെല്ലാം തന്നെ ടച്ചിലായതുകൊണ്ടുള്ള ഒരു പോരായ്മ എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്പേസ് വൈസ് ആണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഹെഡ് റൂം ഉണ്ട്, ലെഗ് റൂം ഉണ്ട്, തൈ സപ്പോർട്ട് അത്യാവശ്യം ഉണ്ട്. പിന്നെ നമ്മുടെ ബോട്ടിൽ ഹോൾഡർ അത്യാവശ്യം വലിയൊരു ബോട്ടിലെല്ലാം വെക്കാൻ പറ്റും. ഇത് ചെറുതാണ്, നമുക്കൊരു 1.5 ലിറ്റർ വരെ വെക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്, അത് നല്ലതാണ്. കീ വെക്കാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു കബി ഹോൾഡർ ഉണ്ട്. അതുപോലെ തന്നെ ഗ്ലോ ബോക്സ് വലുതാണ്. പിന്നെ വലിയൊരു പാനോറമിക് സൺറൂഫ് ഉണ്ട്. ഇത്രയും ഫീച്ചേഴ്സുകളെല്ലാം വരുന്നുണ്ട്. നമുക്ക് സാധാരണ ഈ ഒരു സെഗ്മെൻറ്റിൽ മിസ്സാവുന്ന ഒരു കാര്യം ഗ്ലാസ് ഹോൾഡറാണ്, അത് വന്നിട്ടില്ല. പക്ഷേ അതൊന്നും തന്നെ നമുക്ക് ഫോർഗീവ് ആവുന്നുള്ളൂ. ബാക്കിയെല്ലാം ബിൽഡ് ക്വാളിറ്റി, അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ ഇസ് ഓൾ ഗുഡ്. നമ്മൾ ഇന്ത്യയിൽ റിയർ സീറ്റിന് എന്തായാലും ഇമ്പോർട്ടൻസ് ഉണ്ട്. ചില കസ്റ്റമേഴ്സ് എല്ലാം ഡ്രൈവർ വെച്ചിട്ട് പിന്നിലിരുന്ന് പോകണമാണ്. അപ്പോൾ അങ്ങനെ വരാണെങ്കിലും അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഈ ഒരു സീറ്റിൻ്റെ കാവിങ് വരുന്നുണ്ട്, തൈ സപ്പോർട്ട് നല്ലതാണ്. അത്യാവശ്യം വലിയ വിൻഡോ ഉള്ളതുകൊണ്ട് പുറത്തേക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ ഇവിടെ നമുക്ക് സൺറൂഫ് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ആൻഡ്രസ്റ്റും കൂടെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ ഉണ്ട്. കോഡലെപ്പോഴും ചില ഗുഡ് ഫീച്ചേഴ്സ് ഉണ്ടാവും. അതിലൊന്ന് ഈ ഒരു ഫോൺ വയ്ക്കാവുന്ന പോക്കറ്റും മറ്റേ പോക്കറ്റും രണ്ട് സൈഡിലുണ്ട്. ഇതിൽ പുതിയതായിട്ട് വന്ന എഡിഷനാണ് എനിക്ക് അട്രാക്റ്റീവ് ആയി തോന്നുന്നത്. അത് മസാജ് ഫംഗ്ഷനാണ്. ഇവിടെ ബട്ടണിൽ തന്നെ മസാജ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ഓൺ ആയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ഈ സീറ്റിൽ നോക്കിയാൽ കാണാം. ഇവിടെ ഇങ്ങനെ സീറ്റിൽ പൊങ്ങി വരുന്ന നമുക്ക് കാണാം. ശരിക്കും ആ ലംബറും കാര്യമെല്ലാം പൊങ്ങി വരുന്ന കാണുമ്പം എത്രത്തോളം എഫക്റ്റീവ് മസാജാണെന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമല്ലോ. അത്യാവശ്യം നല്ല എഫക്റ്റീവായിട്ട് നമ്മൾ പ്രീമിയം കാറിലെല്ലാം കിട്ടുന്ന മസാജ് ഇത്രയും പൊങ്ങുന്നത് കണ്ടോ. ഇത്രയും ഈ എയർ ബബിൾസ് പൊങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും റിലാക്സ് ചെയ്യാനുള്ള മസാജ് ഉണ്ട്. ദാറ്റ്സ് റിയലി ഗുഡ്. 2 എഞ്ചിൻ ഓപ്ഷൻസാണ് കുഷാക്കിന് ഇന്ത്യയിലുള്ളത്. ഒന്ന് ഇതാണ്, ഇത് 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് 115 HP-യും 178 Nm ടോർക്കാണ്. ഇതിൽ 2 ഗിയർ ബോക്സ് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് മാനുവൽ ഗിയർ ബോക്സ് ആണ്, മറ്റൊന്ന് വന്നിരിക്കുന്നത് 6 സ്പീഡ് മാനുവലാണ്. മറ്റൊന്ന് വന്നിരിക്കുന്നത് പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള 8 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ആണുള്ളത്. പിന്നുള്ളത് 1.5 ലിറ്ററിൻ്റെ ടർബോ പെട്രോൾ എഞ്ചിനാണ്, TSI എന്ന് പറഞ്ഞാൽ. അത് 150 HP പവറും 250 Nm ടോർക്കും ഉണ്ട്. അതിൽ വരുന്ന 7 സ്പീഡ് DSG ഗിയർ ബോക്സ് ആണ്. അത് കുറേ കൂടി പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ അത് നമ്മൾ മോണ്ടെ കാർലോ വേർഷനിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നുണ്ടോ അത് കാണിക്കാം. എന്തായാലും ഇതാണ് പുതുതായിട്ട് വന്നിരിക്കുന്ന പവർ ട്രെയിൻ കോമ്പിനേഷൻ. നമ്മൾ 2 വണ്ടി ഇന്ന് ഓടിക്കുന്നുണ്ട്. ഒന്ന് നേരത്തെ കണ്ടതും പിന്നെ ഒന്ന് മോണ്ടെ കാർലോ എഡിഷൻ. ഇത് 1.5 ആണ്. അപ്പോൾ മോണ്ടെ കാർലോ വന്നിരിക്കുന്ന ഒരു മാറ്റം, ഈ ബ്ലാക്ക് ഗ്രില്ലിൽ 2 റെഡ് സ്ട്രൈപ്പോട് കൂടി മോണ്ടെ കാർലോൻ്റെ ചെക്കഡ് ഫ്ലാഗ് ലോഗോ ഉണ്ട്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇതാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്ന മാറ്റം. സൈഡിൽ വരുമ്പം ഒന്ന് വീലിൻ്റെ ഡിഫറൻസ് ആണ്. ഇത് 1.5 വന്നിരിക്കുന്നത് 17 ഇഞ്ച് വീലാണ്. ഒരു വീൽ ഓപ്ഷനും കൂടെ മോണ്ടെ കാർലോ ഉണ്ട്, ഫോട്ടോ കാണിക്കാം. പിന്നെ ഫ്രണ്ടിൽ ഇവിടെ നമുക്ക് മോണ്ടെ കാർലോ ലോഗോ കാണാം, അത് ഒരു എലമെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബ്ലാക്ക് പോർഷനും ഈ ഒരു സ്റ്റീൽ ഗ്രേ കളർ കൂടുമ്പോൾ സ്പോട്ടി ക്യാരക്ടർ നൽകുന്നുണ്ട്. മോണ്ടെ കാർലോ മറ്റൊരു മാറ്റുള്ളത് ഈ ഒരു ബ്ലാക്ക് ലൈനാണ്. അതുപോലെ തന്നെ ലോഗോ ബ്ലാക്ക് ആയിട്ടുണ്ട്. ഇവിടെ തന്നെ 1.5 TSI എന്നുള്ള ലോഗോ ഉണ്ട്, മോണ്ടെ കാർലോ എന്നുള്ള അഡീഷനും കൂടെ വരുന്നുണ്ട്. ഇത് നോർമലി വണ്ടിയിൽ നമുക്ക് നാമിക്കുലേച്ചർ വേറെ കാണാറില്ല, കുഷാക്ക് എന്നുള്ള മാത്രമേ ഉള്ളൂ. മോണ്ടെ കാർലോ മാത്രമാണ് എക്സ്ട്രാ ഇതും കൂടെ വരുന്നത്. ഇന്ത്യയിലും മോണ്ടെ കാർലോൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. അതിൽ മെയിനായിട്ട് വന്നിരിക്കുന്ന ഈ റെഡ് ആക്സഞ്ചറാണ് ഫുള്ള് വന്നത്. അത് കുറേ ഒരു ബർഗണ്ടി പോലത്തെ റെഡാണ്. അത് നമുക്ക് സീറ്റിലും അതുപോലെ തന്നെ ബ്ലാക്ക് സീറ്റ് വന്നിരിക്കുന്നത്. റെഡ് സ്റ്റിച്ച് കാണാം, റെഡ് പെർഫറേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം തന്നെ റെഡ് സ്റ്റിച്ചിങ് വരുന്നുണ്ട്. ഫുള്ള് ബ്ലാക്ക് ഇൻറ്റീരിയറാണ്, കുറേ സ്പോട്ടി കാരൽ ലഭിക്കുന്നുണ്ട്. ഇത്രയുള്ള ചേഞ്ച് ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം തന്നെ സെയിം ആണ്. രണ്ട് വേരിയൻസ് ഉള്ളതിൽ 1 ലിറ്റർ ടർബോ പെട്രോളാണ് നമ്മളിപ്പോൾ ഓടിക്കുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ 115 HP-യും 178 Nm ടോർക്കാണ്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ 1 ലിറ്റർ ആദ്യമായിട്ടാണ് 8 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ഉള്ളത്. അത് എഫിഷ്യൻസിക്കും പെർഫോമൻസിനും എല്ലാം ഗുണം ചെയ്യാവുന്ന രീതിയിലുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിപ്പം മെൻഷൻ ചെയ്യാൻ പോകുന്ന സസ്പെൻഷനാണ്. കാരണം ഈ റോഡിലൂടെ പോകുമ്പോഴാണ് നമുക്കത് പറയാൻ പറ്റുക. സസ്പെൻഷൻ സ്റ്റിഫാണ്. സ്റ്റിഫ് ഇൻ ദ സെൻസ് ഓടിക്കുമ്പം കേട്ടോ നമുക്ക് ആ സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നല്ല രീതിയിൽ ഡ്രൈവിംഗ് കംഫർട്ടിന് ഗുണം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കംഫർട്ടിൻ്റെ ആസ്പെക്റ്റിൽ നോക്കുമ്പം ഈ ഒരു ഹാർഷ്നെസ് നമുക്ക് അനുഭവിക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ ഈ ചാട്ടോ അല്ലെങ്കിൽ എടുത്തിടുക അതല്ല, പക്ഷേ ഈ ചെറിയ വെട്ടെല്ലാം വരുമ്പോൾ നമുക്ക് ആ ഡാമ്പ് ഫീൽ ചെയ്യുന്നുണ്ട്.
അതൊരു ആസ്പെക്റ്റാണ് നമ്മൾ മനസ്സിലാക്കിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ റോഡുകളെല്ലാം ബെറ്ററാണ്. ഇവിടെ ഈ റോഡ് തന്നെ കോൺക്രീറ്റ് ചെയ്ത് കുറേ പൊട്ടുമ്പോഴും, ഒന്നാമത് രാജസ്ഥാനാണ്, ചൂടുള്ളതാണ്. ചൂടും മേ ബി വണ്ടി കൂടെ പോകുമ്പോൾ റോഡ് പെട്ടെന്ന് പൊടിയെന്ന് പറഞ്ഞാൽ പൊളിഞ്ഞു പോലില്ല, ഈ ക്രാക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഹാർഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഹൈവേയിൽ ഡ്രൈവ് ചെയ്തപ്പോൾ ശരിക്കും എഞ്ചിൻ്റെ പെർഫോമൻസ് അറിയാൻ പറ്റി. എഞ്ചിന് നീറ്റ്ലി പെർഫോം ചെയ്യുന്ന രീതിയിലുള്ളത്. മെയിനായിട്ടുള്ള ഗുണമുള്ള 8 സ്പീഡ് ഗിയർ ബോക്സിൻ്റെ ഒരു ഗിയർ റേഷ്യോ ആണ്. അപ്പോൾ പെട്ടെന്ന് ഹയർ ഗിയറിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ എഫിഷ്യൻസിക്ക് ഗുണം ചെയ്യും. ഇപ്പോൾ ഈ ഒരു വേരിയൻ്റ് ആണെങ്കിലും പിന്നെ അതിൻ്റെ മാനുവൽ ഓപ്ഷൻ ഉള്ളത് രണ്ടാണ്. ആവറേജ് 19 പറയാം, മാനുവൽ 19.6 ആണ്, ഒരു 19.2 അങ്ങനെ എന്തോ ആണ്, ചെറിയ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ ഈ റേഷ്യോ കൂടുന്നതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്. ഇപ്പം നമ്മൾ സിറ്റീസിൽ ഓടിക്കുമ്പോൾ എപ്പോഴും നമുക്ക് മൈലേജ് കുറയുമെന്നാണ് നമ്മൾ കണ്ടുവരുന്നത്, പെട്രോൾ ഓട്ടോമാറ്റിക്കലി പ്രത്യേകിച്ചിട്ട്. പക്ഷേ ഇതിലെനിക്ക് തോന്നുന്നു ഈ റേഷ്യോ ഇങ്ങനെ ആയതുകൊണ്ട് കൂടുതൽ വേഗം ഹയർ ഗിയറിലേക്ക് പോയി കഴിഞ്ഞാൽ എഫിഷ്യൻസി ഗുണം ചെയ്യും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ കംപ്ലീറ്റ് ഒരു എഫിഷ്യൻസി ടെസ്റ്റ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ അത്തരം ഒരു എക്സ്പെക്റ്റേഷൻ എനിക്കുള്ളത്. അപ്പം അതൊരു ലാസ്റ്റ് വേർഡായിട്ട് നിങ്ങൾ കാണണ്ട, പക്ഷെ അങ്ങനെ ആവാനാണ് സാധ്യത. പിന്നെ ഇത്ര ചെറിയ റോഡുകളിൽ പോകുമ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൻ്റെ നിംപിൾനെസ്സാണ്, ഒതുക്കം ഓടിക്കാനുള്ള. അതൊരു വലിയൊരു ആസ്പെക്റ്റാണ് കുഷാക്കിനെ ഇത്രയും സക്സസ്ഫുൾ ആക്കാൻ. ഒന്നാമത് സ്കോഡൻ്റെ ഒരു ഡ്രൈവിംഗ് ഡൈനാമിക്സും ഡ്രൈവിംഗ് കംഫർട്ടും കിട്ടുന്നുണ്ട്. അതിൻ്റെ പുറമെ ഈ ഒരു ചെറിയ വലുപ്പമായതുകൊണ്ട് നമുക്കിങ്ങനെ സിറ്റിയിലും അതുപോലെ തന്നെ ചെറിയ റോഡിലെല്ലാം ഓടിക്കുമ്പോൾ ശരിക്കും ഗുണം ചെയ്യുന്നുണ്ട്. സസ്പെൻഷൻ നിങ്ങൾ പിന്നെയും അനുഭവിക്കുന്നുണ്ടാവും, വിഷ്വലി അനുഭവിക്കുന്നുണ്ടാവും. ഞാനിവിടെ അങ്ങനെ അനുഭവിക്കുന്നുണ്ട് കേട്ടോ. ഈ ചാർട്ടർ നമ്മൾ അറിയുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടല്ല, പക്ഷെ നമ്മൾ ഈ ഒച്ച കേൾക്കുമ്പോൾ ഈ ടെക്നുള്ള ഫീല് കിട്ടുന്ന ഒരു ആസ്പെക്റ്റ് എനിക്കത് അത്ര ഒരു ഹാപ്പി ആകുന്നില്ല. ബട്ട് അതർവൈസ് ഓൾ ഗുഡ്. പ്രത്യേകിച്ച് പുതിയ ഈ ഒരു പവർ ട്രെയിൻ കോമ്പിനേഷൻ അത് നല്ലതാണ്. ഏതായാലും നമുക്കൊരു മോഡൽ കൂടെ ഡ്രൈവ് ചെയ്യാനുണ്ട്, അതിൽ കൂടുതൽ നമുക്ക് സംസാരിക്കാം. നമ്മളിപ്പോൾ ഓടിക്കുന്നത് മോണ്ടെ കാർലോ എഡിഷന്, അതും 1.5 ലിറ്ററിൻ്റെ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. ഇതിന് പവർ കൂടുതലാണ്, 150 HP ഉണ്ട്, 250 Nm ടോർക്ക് ഉണ്ട്. ഇതിൽ വന്നിരിക്കുന്നത് നേരത്തെ തന്നെ ട്രയഡ് ആൻഡ് ടെസ്റ്റഡ് പ്രൂവൺ ആയിട്ടുള്ള 7 സ്പീഡ് DSG ഡബിൾ ക്ലച്ച് ഗിയർ ബോക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫണ്ട് എന്തായാലും നമുക്ക് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ പവർ കൂടുതലാണ്, പിന്നെ DSG ഗിയർ ബോക്സിൻ്റെ ഒരു ഗുണം. 8 സ്പീഡ് ഗിയർ ബോക്സും മോശമായിട്ടില്ല. 8 സ്പീഡിനുള്ള എൻജിൻ ചെറുതുമായിരുന്നു, അതിൻ്റെ ഒരു റേഷ്യോയും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ 8 സ്പീഡ് നമ്മൾ BMW തന്നെ അടിപൊളി ഗിയർ ബോക്സിൻ്റെ എൻജോയ് ചെയ്യാറുണ്ടെങ്കിൽ ഇതിൽ ആ റേഷ്യോ കുറേ കൂടിയും വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ് ഒരു ഡിഫറൻസ്. പക്ഷേ ഈ ഒരു ഗിയർ ബോക്സ് നമുക്കറിയാം അത്യാവശ്യം പെർഫോമിങ് ഗിയർ ബോക്സ് ആണ്. ഒരു പോർഷയുടെ ഒരു ഡ്രൈവിംഗ് ഡൈനാമിക്സ്, ഒരു എന്തൂസിയാസ്റ്റിക് ഡ്രൈവ് എല്ലാം കിട്ടാൻ വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ 1.5 ആണ് എന്തായാലും 1 ലിറ്ററിനേക്കാളും റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ. 1 ലിറ്റർ എഞ്ചിൻ്റെ സൗണ്ട് നമുക്ക് കുറച്ചുകൂടിയും കേൾക്കാം, ചെറിയ എഞ്ചിൻ്റെയും 3 സിലിണ്ടർ എഞ്ചിൻ്റെ ഒരു ഫീലുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടി റിഫൈൻഡ് ആണ്. 4 സിലിണ്ടർ എഞ്ചിൻ്റെ ഒരു ഗുണം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ക്ലെയിം ചെയ്യുന്ന മൈലേജ് എല്ലാം വലുതാണ്, 18 കിലോമീറ്ററിലാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ അത് ടെസ്റ്റ് ചെയ്യുന്നില്ല. എന്തായാലും നമ്മളും ഫ്ലൈവീൽ കന്നഡയും കൂടെയാണ് ഡ്രൈവ് ചെയ്തിരുന്നത്, അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും മാറി മാറി ഓടിക്കായിരുന്നു. അപ്പോൾ ആ എൻജിൻ പെർഫോമൻസ് ഈസ് റിയലി ഗുഡ്. പിന്നെ ബാക്കിയുള്ള ഡ്രൈവിംഗ് ആസ്പെക്റ്റിൽ എടുക്കുകയാണെങ്കിൽ രണ്ട് വണ്ടികളിലും ഒരു കാര്യം ഞാൻ കോമൺലി പറഞ്ഞ സസ്പെൻഷനാണ്. ഡൈനാമിക്സ് കീപ്പ് ചെയ്തിട്ടുള്ള സസ്പെൻഷനാണ്, പക്ഷേ വളരെ മോശം റോഡിൽ നമുക്കൊരു ചെറിയ ഒരു ഹാഷ്നെസ് ഫീൽ ചെയ്യും, കുറച്ചുകൂടിയും സ്റ്റിഫായിട്ടുള്ള ഫീൽ ഉണ്ട്. ഗുഡ് ഫോർ ഡ്രൈവിംഗ്. നമ്മുടെ നാട്ടിലെല്ലാം മിക്കവാറും നല്ല റോഡാണ്ടത് പ്രശ്നമില്ല. സ്റ്റിയറിങ്ങും നല്ല റെസ്പോൺസീവ് സ്റ്റിയറിംഗ് ആണ്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ലൈറ്റായിട്ടുള്ള ഫീലുകൾ, പക്ഷെ വേണ്ടപ്പോൾ നമുക്ക് കൺട്രോൾ കിട്ടുന്ന രീതിയിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ നല്ല സ്പീഡിൽ കേൺസെല്ലാം എടുക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് ബോഡി വെയ്റ്റ് മാനേജ്മെൻറ്റ് നന്നായി ചെയ്തിട്ടുണ്ട്, ബാലൻസ്ഡ് ആണ്. ബ്രേക്കിങ്ങും നല്ല എഫക്റ്റീവ് ബ്രേക്കിംഗ് ആയിരുന്നു. ഒരുപാട് ഇലക്ട്രോണിക് ഫീച്ചേഴ്സ് ഒന്നും കൊടുത്തില്ല, അഡാസ് ഫീച്ചേഴ്സ് ഒന്നും ഇല്ല. ഇപ്പോൾ മോണ്ടെ കാർലോ അഡീഷണലി 1.5 വന്നിരിക്കുന്നത് 4 ഡിസ്ക് ബ്രേക്ക് ആണെങ്കിൽ 1 ലിറ്ററിൽ ബാക്കിൽ ഡ്രം ബ്രേക്സ് ആണ് വരുന്നത് എന്നുള്ള ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിലെല്ലാം വന്നിരിക്കുന്ന വലിയൊരു മാറ്റമാണ്, സേഫ്റ്റി കൺസേൺ ആണ് ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ പ്രൂവൺ ആണ് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് GNCAP ഉണ്ട്. അത് പാസഞ്ചേഴ്സിനും ഡ്രൈവറിനും എല്ലാം തന്നെ കിട്ടുന്ന രീതിയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് എ വെരി സ്ട്രോങ് കാർ, അത് ഓൾറെഡി പ്രൂവൺ ആണ്. അപ്പം അതിലാർക്കും ഡൗട്ട് ചെയ്യേണ്ട കാര്യമില്ല. സോ ഫൈനൽ വേർഡിക്റ്റ്,
ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതിൻ്റെ ഡ്രൈവിംഗ് ഡൈനാമിക്സ് ആണ്. ഈ 1.5 ലിറ്ററിൻ്റെ എഞ്ചിനും കൂടെ കൂടുമ്പോൾ ശരിക്കും ഒരു ത്രില്ലിംഗ് ഡ്രൈവിംഗ് ഉണ്ട്. പക്ഷെ നിങ്ങൾ കൂടുതൽ സിറ്റി യൂസും അതുപോലെ തന്നെ മൈലേജ് കോൺസെൻറ്റ് ആയിട്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ അത്യാവശ്യം മൈലേജ് കിട്ടുന്നതാണ് ഇപ്പോൾ 1 ലിറ്ററിൻ്റെ എഞ്ചിൻ വന്നിരിക്കുന്നത്. സ്കോഡയുടെ ഡ്രൈവിംഗ് ഡൈനാമിക്സും ആ DNA എല്ലാം ഒത്തുചേർന്നുണ്ട്. പക്ഷേ കുറച്ച് ഫീച്ചേഴ്സ് കുറവാണ് കമ്പാരിറ്റീവ്ലി കോമ്പറ്റീഷൻ വെച്ച് നോക്കുമ്പോൾ. ഉള്ള ഫീച്ചേഴ്സിൽ ഞാൻ പറഞ്ഞ സൗണ്ട് സിസ്റ്റം ഒന്നും നോട്ട് ദി ബെസ്റ്റ് ഫ്രം ദ ഇൻഡസ്ട്രി. പക്ഷേ ബിൽഡ് ക്വാളിറ്റിയും നിങ്ങൾ സ്റ്റേബിൾ ആയിട്ടുള്ള വണ്ടിയാണ് നോക്കുന്നെങ്കിൽ ദിസ് ഇസ് ദ വൺ ഫോർ യു. സോ നെക്സ്റ്റ് ഡീലർഷിപ്പ് പോയിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം, എക്സ്പീരിയൻസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. എന്നാലും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ ഇടയിൽ ആർക്കെങ്കിലും വണ്ടിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അവർക്കും വീഡിയോ ഷെയർ ചെയ്യുക. അതുതന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്ത തവണ മറ്റൊരു പുതിയ വണ്ടിയായിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്. So Hashish, congratulations. Thank you. On the new car being one of the best year under your leadership. And this product is one key model which helped you to attain this success. Yeah. And with this, what are the new things you're expecting to scale up the Skoda share? And I think, at the end of the day, the Kushaq is an emotional product more than a product for us, because it was the first product that came under the India 2.0 strategy to India. So it's very dear to our heart, and we wanted to make sure that whatever we do with this, lives up to the name that this car has made for itself. So a lot of changes, a lot of features that we have brought into the car. First of all, from the exterior itself, you see that the design is fully refreshed. A lot of new modern design elements like the illuminated front light band. You have the Skoda lettering illuminated at the back. All new grille, all new bumper. So a lot of things that we as customers, can flaunt to our friends and family. But that's not all. When you go inside the car, a lot of new additions. You have the full, full screen of the 26.03 centimeters, virtual cockpit, a fully redesigned user interface of the infotainment. All new interiors in terms of combinations. First in segment rear seat massager. Electric sunroof as standard, and in the higher variants of a dual pane panoramic sunroof. So a lot to talk about for the customers. As we said, and as we have been talking about, it is easy to flaunt, it is easy to drive, it is easy to experience, it is easy to trust because of the safety features, and it is easy to own with the 4 years Supercare package as standard. So all in all, an easy to love product. You don't have to stress yourself, just go and experience the car. Exactly. So having talking about so much features, in addition, you have brought a Classic Plus variant. A market like Kerala will hands down accept that. What do you think? Is it going to be like having a more share in that lower segment with this model? I think the whole endeavor has been that how can you bring our European engineering excellence and the kind of products that we are making to every strata in society. Why should technology be limited only to the higher variant? So that has been our endeavor to democratize European technology, and that is why across the lineup, not only in the Kushaq, we are introducing a lot of host of features right from the base variant, like alloy wheels, electric sunroofs, a lot of safety features like rear defoggers, auto IRVM are standard across our range right now. So I'm sure not only in Kerala, customers across the country will love this new positioning that we have taken. Kerala, what I believe is Kerala customers will go more for the higher variants, the Monte Carlos and the Prestiges, because the Kerala customers always. Like we Punjabis like to flaunt. Yes, exactly. That's very common factor between us. Okay. Having said this, the present global situation, the political situation. So will that be affecting in your entire business portfolio in this situation? I think at the end of the day, we are equally affected as anybody else. So what I can talk about is things which are in your control. Yes. Things which are in our control is to keep your best foot forward. Present the best product to the customers, give them options that they choose us. At the end of the day, these are factors which you cannot control, so there's no use being anxious about it. Thank you so much for your time, and thank you for having us here. Thank you so much, Anish. Thank you.